വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോ അക്കാദമി വിഷയത്തിൽ തീരുമാനമായി. ലക്ഷ്മി നായരെ ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഏറെ നാളുകൾക്ക് നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ ലോ അക്കാദമി വിഷയത്തിൽ തീരുമാനമായിരിക്കുന്നു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ട് മാനേജ്മെന്റിന്റെ തീരുമാനം വന്നിരിക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം തന്നെ ശ്രീ എ റഹീം ജേക്ക്, ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ആനന്ദ്, ശ്രീ ജോർജ് കുര്യൻ, ഇവരൊക്കെ ചേർന്നതാണ് ചർച്ചയിൽ. ലോ അക്കാദമി വിഷയവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ നീക്കിയതായി കോളേജ് മാനേജ്മെന്റ്. 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ ഫാക്കൽറ്റി സ്ഥാനത്തു നിന്നും ഭരണപരമായ കാര്യങ്ങളിൽ നിന്നുമാണ് നീക്കം ചെയ്തതെന്ന് നാരായണൻ നായർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചതായി SFIയും വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. ലോ അക്കാദമിയിലെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ 20 ദിവസമായി ലോ അക്കാദമിക്ക് മുന്നിൽ സമരം നടത്തിവന്നത്. സമരം ശക്തമായ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പരിഹാരം കാണാനായി കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അതിൽ തീരുമാനമുണ്ടായില്ല. വീണ്ടും SFIയുമായി ചർച്ച നടത്തിയ ശേഷമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റാൻ തീരുമാനിച്ചത്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞതായും വൈസ് പ്രിൻസിപ്പൽ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിന്റെ ചാർജ് നൽകിയതായും ചർച്ചയുടെ തീരുമാനം വിശദമാക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിന്റെ ചാർജ് നൽകിയിട്ടുണ്ട്. മാറ്റിയിരിക്കുന്നത് 5 വർഷത്തേക്ക് ഇവിടെ വേണ്ടാന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ ആലോചിക്കും. അതിനുശേഷം എന്തെങ്കിലും 5 വർഷത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടാണ് പുന്നറോടെ ഒരു ബിൽഡിംഗ് തീർത്തിട്ടുണ്ട്. അത് ഈ പത്രങ്ങളിൽ കഴിഞ്ഞത് സർക്കാരിൻ്റെ സ്ഥലമാണെന്നും അത് അതിന് മിസ്യൂസ് ചെയ്യാനാണെന്നും അതല്ല, റിസർച്ച് സെൻ്ററാണ് പ്രധാനമായിട്ടുള്ള. അവിടെ ആളില്ലായിരിക്കുന്നത്. PhD ഒക്കെ ഉള്ള ഒരാളിന് ആവശ്യമാണ്. അവിടെ വർക്ക് ചെയ്യാം, അവിടുത്തെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം, സൗകര്യങ്ങൾ. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കുന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതിനാൽ സമരം പിൻവലിക്കുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി ലിജിൻ അറിയിച്ചു. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനും നിലവിൽ വൈസ് പ്രിൻസിപ്പാളിനെ ആ പോസ്റ്റിലേക്ക് ചുമതല കൊടുക്കാനും തീരുമാനിച്ചു. 5 വർഷത്തേക്ക് ഫാക്കൽറ്റി ആയിട്ട് പോലും ലോ അക്കാദമിയിലേക്ക് ഇവർ വരില്ല എന്ന് ഇതിന്റെ ഭാഗമായി ഉറപ്പ് നൽകുകയും ചെയ്തു. അത് എഴുതി ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം കൃത്യമായി ഉറപ്പ് നൽകുന്ന നിലയിലേക്ക് മാറി സമരം പൂർണ്ണ വിജയമായിരിക്കുകയാണ്. SFIയുടെ സമരത്തിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും കോളേജിലെ അക്കാദമിക് കാര്യങ്ങളിൽ നിന്നും 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയതോടെയാണ് പ്രശ്നത്തിന് തൽക്കാല പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ ഈ വാർത്തയുടെ ഇന്നത്തെ സംഭവങ്ങളുടെ വിശദമായ വിവരങ്ങളുമായി ജീവൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ അക്കാദമിയിലെത്തി VM സുധീരൻ, KPC അധ്യക്ഷൻ, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. ലോ അക്കാദമി വിഷയത്തിൽ കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിൽ മാനേജ്മെന്റ് തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ SFI സമരം അവസാനിപ്പിച്ചിരുന്നെങ്കിലും മറ്റ് സംഘടനകൾ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധീരൻ ഇപ്പോൾ ലോ അക്കാദമിയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരം വളരെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. ജനങ്ങളുടെ പിന്തുണ ലഭിച്ചതാണ്. വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സമരരംഗത്ത് വന്ന ആവേശകരമായ ഒരനുഭവമാണ് നമുക്കുണ്ടായത്. ഈ സമരത്തിലേക്ക് ആദ്യം കടന്നു വന്നത് KSU ആണ്. തുടർന്ന് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വന്നു. നിർഭാഗ്യവശാൽ
ആദ്യം വന്ന KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് സമരത്തിൽ ചേരുന്ന SFI മാത്രം മാനേജ്മെൻറ്റുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സമരത്തിൽ ചില ധാരണകളുണ്ടായി എന്നുള്ളത് വളരെ അത്ഭുതത്തോടുകൂടി ആണ് കേരളം കണ്ടത്, കേരളം കേട്ടത്. വിചിത്രമായ ഒരു കാര്യമാണ്. മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഇല്ലാതെ ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പ്രതിനിധികളില്ലാതെ കേവലം രാഷ്ട്രീയ പ്രേരിതമായി CPM-ന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന SFI മാനേജ്മെന്റുമായി ഇതുപോലൊരു ധാരണയുണ്ടാക്കി എന്നുള്ളത് ഒന്നാം തരം കള്ളക്കളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SFI-യുടെ CPM-ന്റെ നിലപാടിൽ വളരെയേറെ ഒളിച്ചുകളിയുണ്ട് എന്ന് നേരത്തെ മുതൽ ആക്ഷേപമുണ്ടായിരുന്നു. അതാണല്ലോ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ കണ്ടത്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉപസമിതി ഇവിടെ വന്ന് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പറഞ്ഞ ആക്ഷേപങ്ങളൊക്കെ 100%. സുധീരൻ ലോ അക്കാദമിയിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലവിൽ SFI ഒഴികെ മറ്റ് സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാടെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധീരന്റെ സന്ദർശനം. അതേസമയം വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചതോടുകൂടി സമരം പൂർണ്ണ വിജയമായിരുന്നുവെന്നും സമരം അവസാനിപ്പിക്കുന്നതായും SFI അറിയിക്കുകയും ചെയ്തു. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള തീരുമാനങ്ങൾ മാനേജ്മെന്റ് വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയും ചെയ്തു. ഇതാണ് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒരു പരിസമാപ്തി. ഏതായാലും നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. ആദ്യം SFI നേതാവ് ജെക്സി തോമസിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് വിശദമായി അറിയാം. ഒരുപക്ഷെ ഇപ്പോൾ സുധീരന്റെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായും അറിയേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ഒരു വിഷയവുമായി മുന്നോട്ട് പോകുന്നത്. SFI അടക്കമുള്ള സംഘടനകൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു വലിയൊരു സമരത്തിലേക്ക്, വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, ഒരുപക്ഷെ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെയാണ് പോയത്. അതിന്റെ ഒരു പരിസമാപ്തി, നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, അതിൽ എത്രത്തോളം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പുറത്തു വരുന്ന വാർത്തകൾക്കപ്പുറത്ത് യാഥാർത്ഥ്യം എന്താണ്? ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ലോ അക്കാഡമിയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ നാരായണൻ നായർ, അതേപോലെ തന്നെ ശ്രീ നാഗരാജൻ, ശ്രീ അയ്യപ്പൻ പിള്ള, ഇവർ ഒപ്പിട്ട് സീൽ ചെയ്ത 17 ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ എഗ്രിമെൻറ്റ് ഒരു കഴിഞ്ഞ 30 വർഷ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു മാനേജ്മെൻറ്റിനെതിരെയും സമരം ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കും നേടിയെടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സമര വിജയത്തിൻ്റെ മാനിഫെസ്റ്റോ തന്നെയായിരിക്കും ഈ ഡോക്യുമെൻ്റ്. ഒരു തർക്കവുമില്ല. ഇതിൽ ഇപ്പോൾ ബാക്കിയുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എന്ത് തന്നെയായാലും ആദ്യമായി ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അത് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നൊരു ഉച്ചവരെ ചർച്ചയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ പല മുഖ്യധാര മാധ്യമങ്ങളും, മാതൃഭൂമി ഉൾപ്പെടെ, മനോരമ ന്യൂസ് ഉൾപ്പെടെ വെളിയിൽ വിട്ട വാർത്തകൾ, സ്ട്രോൾ ചെയ്ത വാർത്തകൾ, വിദ്യാർത്ഥികൾ SFI ഒറ്റുകൊടുത്തു, അല്ലെങ്കിൽ SFI മലക്കം പറഞ്ഞു, ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ 20 ദിവസം പിന്നിടാൻ വേണ്ടി പോകുന്ന ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ഇനിയൊരു ദിവസം ലോ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്ന ആളുടെ പേര് ഡോക്ടർ ലക്ഷ്മി എസ് നായർ എന്നായിരിക്കില്ല എന്നായിരുന്നു ഞങ്ങൾ ആശങ്കകൾക്കിടയില്ലാത്തവണ്ണം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ എന്ത് പ്രഖ്യാപിച്ചോ ആ പ്രഖ്യാപനത്തെ സാധൂകരിച്ചു കൊണ്ടുകൂടിയാണ്, ഞങ്ങൾക്ക് നല്ല അഭിമാന ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ സാധൂകരിച്ച മുദ്രാവാക്യത്തിന്റെ എല്ലാവിധ പ്രക്ഷോഭതയോടും കൂടിയാണ് SFI നിലനിൽക്കുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി എസ് നായർ മാറിയെന്ന് മാത്രമല്ല, പകരം വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ആൾക്ക് പ്രിൻസിപ്പളുടെ ചുമതല കൊടുത്തു. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഏറ്റവും കൂടുതൽ ശക്തമായി 5 വർഷത്തേക്ക് ഫാക്കൽറ്റി എന്ന നിലയിൽ പോലും തിരുവനന്തപുരം ലോ അക്കാഡമിയുടെ ക്ലാസ് മുറികളിൽ പ്രവേശിക്കാൻ ആ പ്രിൻസിപ്പളിന് അനുമതിയില്ല എന്ന് ആ മാനേജ്മെന്റ് തന്നെ ഞങ്ങളുടെ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. കൂടെ എല്ലാ വിഷയങ്ങളും 17 ആവശ്യങ്ങൾ, ഈ ബാക്കി 17 ആവശ്യങ്ങൾക്കിടയിലും ഈ നമ്മുടെ നാട്ടിൽ ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനകത്തെ സാങ്കേതികത്വം, നിയമപരമായ എന്തൊക്കെ ലീഗൽ സാങ്കേതികം എന്തുമാത്രമുണ്ട് എന്ന് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. ഏത് സിൻഡിക്കേറ്റിനാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രിൻസിപ്പളിനെ മാറ്റാൻ അവകാശമുള്ളത്? ഏത് സർക്കാരിനാണ് നമ്മുടെ നാട്ടിൽ ഒരു മാനേജ്മെന്റ് കോളേജുകളെ പ്രിൻസിപ്പളിനെ മാറ്റാനോ നിയമിക്കാനോ അവകാശമുള്ളത്? ഒരാൾക്കുമില്ല. എത്രയോ ക്രിസ്ത്യൻ കോളേജുകൾ കേന്ദ്രീകരിച്ച്, മൈനോറിറ്റി സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച
പ്രിൻസിപ്പൽമാർക്കെതിരെയൊക്കെ സമരം നടന്ന ഭൂതകാല ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. വൈസ് ചാൻസലർമാർക്കെതിരെ സമരം നടന്ന ഭൂതകാല ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. JS വിളനിലത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതേപോലെ ഇപ്പോൾ CMS കോളേജ് സമരം നടന്നു. ഞാൻ തന്നെ ആ സമരത്തിന്റെ വിക്ടിമായിരുന്നു. ആ CMS കോളേജ് വലിയ പ്രഖ്യാപിത സമരം നടക്കുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ നാട്ടിൽ ആഭ്യന്തരമന്ത്രി, ഇടതുപക്ഷ സിൻഡിക്കേറ്റ് നമ്മുടെ നാട്ടിൽ ഭരിക്കുകയാണ്. MG സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ശുപാർശ പോലും മറ്റൊന്നായിരുന്നു, പ്രിൻസിപ്പലിനെ മാറ്റണമെന്നായിരുന്നു. മാറ്റിയില്ല. സർവകലാശാല സിൻഡിക്കേറ്റിന് അത് അവകാശമില്ല. കോടതിയിൽ പോയാൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാരിനും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാൻ അവകാശമില്ല. പക്ഷേ എന്നിട്ട് പോലും മികച്ച സമരത്തിന്റെ സമ്മർദ്ദത്തിന് മുമ്പിൽ ലോ അക്കാഡമിയുടെ മാനേജ്മെന്റ് മുട്ടുമടക്കുകയും അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളോടും ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടി ഒരു ഗ്രീവൻസിൽ, ഹോസ്റ്റലിൽ പെൺകുട്ടികളുടെ സ്വൈര്യമായ ജീവിതം, ജനാധിപത്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി, അതേപോലെ തന്നെ അവരുടെ CCTV ക്യാമറകളുടെ ജനാധിപത്യ വിരുദ്ധമായ ഉപയോഗം തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇത്യാദി മുഴുവൻ വിഷയങ്ങളിലും ആർജവമുള്ള മികച്ച തീരുമാനം, കോൺക്രീറ്റ് തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ സമരം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അഭിമാനം നിറഞ്ഞ അന്തരീക്ഷമാണുള്ളത്. ബാക്കിയുള്ള സംഘടനകളാവട്ടെ ഇതൊരു പൊളിറ്റിക്കൽ സമരമാക്കി മാറ്റാൻ വേണ്ടി, സർക്കാർ വിരുദ്ധ സമരമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത നിലയിൽ തകർന്നടിയുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ആ നിരാശയിൽ നിന്നാണ് ഒരു കാരണവും കൂടാതെ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നാളെ ഒരു ഹർത്താലും, അതേപോലെ തന്നെ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ മാത്രമുണ്ടായിരുന്ന ഒരു വിഷയത്തെ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി അവസാനിച്ചൊരു വിഷയത്തെ പുറത്താക്കിയ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് പറഞ്ഞ പോലെ അശ്ലീലമാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് മുഴുവൻ സംഘടനകളുടെയും പ്രവൃത്തി. റെജി ലൂക്കോസ്, ഒരു പക്ഷേ ഈ വിഷയത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു ജനകീയ മുഖം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയങ്ങളിലേക്ക് വരുന്നു. കോളേജുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളോടൊപ്പം തന്നെയും കൂടുതൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഇതിലേക്ക് വന്ന ഒരു ഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കണ്ടത്. ഇപ്പോൾ മാനേജ്മെന്റ് ഇന്നലെ രാത്രി വരെയും നടന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഇന്ന് ആദ്യം കേട്ട സൂചനകളൊക്കെ തന്നെയും ഈ ഒരു കടുംപിടുത്തം തുടരുന്നു എന്ന തരത്തിലായിരുന്നു. ലക്ഷ്മി നായർ മാറി നിൽക്കാൻ പറ്റില്ല എന്ന തരത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്മി നായർ മാറി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് പോലെ ഈ 17 കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനിയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇനി ലോ അക്കാദമിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ലീഗൽ വിഷയങ്ങളെല്ലാം അതിന്റെ ഭാഗത്ത് മുമ്പോട്ട് പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ജയ്ക്ക് പറഞ്ഞതിനകത്ത് തന്നെ ഒരു വലിയ സാങ്കത്യമുള്ളൊരു കാര്യമുണ്ട്. അത് ഇന്ത്യ മുഴുവൻ ചർച്ചപ്പെടേണ്ട. അതായത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം അവിടുത്തെ BJP നോമിനി അതിൻ്റെ ചെയർമാനായിട്ട് വെച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അവിടുത്തെ ഭേദമില്ലാതെ തന്നെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ സാംസ്കാരിക സിനിമാ രംഗത്തെ പൊതുവെ ഏതാണ്ട് 90% ആൾക്കാർ പ്രതിഷേധിച്ച ആ തീരുമാനത്തിൽ നിന്നും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഈ സമൂഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. കാരണം വെച്ചാൽ അവിടുത്തെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളിനെ അല്ലെങ്കിൽ ചെയർമാനെ മാറ്റാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അപ്പാറാവു ഹൈദരാബാദിൽ നമുക്കറിയാം, രോഹിത് വേദമുനിയുടെ മരണത്തിന് ശേഷം അവിടെ ഈ സമരമുഖത്തേക്ക് വരികയും അത് ഇന്ത്യക്ക് മുഴുവൻ ശ്രദ്ധേയമായ രീതിയിലുള്ള സമരത്തെ വ്യാപിപ്പിക്കുകയും ചെയ്തത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്രിൻസിപ്പളിനെ മാറ്റാൻ പറ്റത്തില്ല. കാരണം ഈ രാജ്യത്തെ നിയമം അതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ ലക്ഷ്മി നായർ എന്ന് പറയുന്ന ഡോക്ടർ ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് സാധിച്ചു എന്നുള്ള SFIയുടെ നേട്ടം തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടം തന്നെ. നമ്മളൊരു രാഷ്ട്രീയപക്ഷം വെച്ച് സംസാരിക്കുന്നതല്ല. അതിൻ്റെ കാരണങ്ങൾ പറയാം. ഈ സമരം എന്തിനായിരുന്നു എന്നൊരു ചോദ്യം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ സമരത്തിൻ്റെ പിന്നാമ്പുറത്തൊരു ദുരൂഹതയുണ്ട്. ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ചില ആളുകൾക്ക് കേരളത്തിലെ ഇപ്പോൾ കാര്യമായി നന്നായ രീതിയിൽ പോകുന്ന ഈ ഗവൺമെന്റിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ, ഒരു നിയമത്തിൽ PhD നേടിയിട്ടുള്ള അപൂർവം വനിതകളിലൊരാളായ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ ഒരു ലേഡീനെ ഏറ്റവും മോശമായ രീതിയിൽ കേരളത്തിൽ ചിത്രീകരിക്കുകയും കേരളത്തിലെ സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഈ വൈകൃത മാനസികാവസ്ഥയുള്ള കുളത്തിലെ തവളയെ പോലെ ജീവിക്കുന്ന കുറേ ആളുകൾ ഒരു സ്ത്രീയെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച് കേരളത്തിലെ സാംസ്കാരിക മുഖത്തിന് തന്നെ വൈകൃതം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ലോ അക്കാദമി, ഞാനൊക്കെ വിദേശത്ത് താമസിച്ചൊരാളാ. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇപ്പം ഈ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ 5 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ സന്നദ്ധെടുത്ത് വക്കീലന്മാരായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഈ നാടിൻ്റെ സാധാരണക്കാരുടെയും അല്ലാത്തവരുടെയുമായിട്ടുള്ള നിയമ കാര്യങ്ങളെക്കുറിച്ചും ഈ നാട്ടിൽ നടക്കുന്ന നിയമ ലംഘനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ പ്രത്യക്ഷപ്പെടേണ്ട ലോ വിദ്യാർത്ഥികളാണ്. അവരൊന്ന് ആലോചിക്കണം. അവർ ചെയ്ത സമരങ്ങൾ വാസ്തവത്തിൽ അവരുടെ ധാരണയുണ്ട് കേരളീയ പൊതുസമൂഹം അവരെ ഏറ്റെടുത്തുള്ളവരും തെറ്റാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളും ഈ ലോ അക്കാദമിയെ പ്രത്യേകിച്ച് അറിയാവുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഈ സമരം ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്നും ഇതിന്റെ പിന്നെ ദുരൂഹതയുണ്ടെന്നും, ഇത് തന്നെയുമല്ല കേരളത്തിൽ ഒരു കുട്ടിയെ കൊലപാതകം ചെയ്ത പാമ്പാടി നെഹ്റു കോളേജിന്റെ മുമ്പിൽ ഈ സമരക്കാരെ ഇപ്പൊ കാണുന്നില്ല. എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള മറ്റക്കര ടോംസ് കോളേജ് എന്ന് പറയുന്ന കോളേജിൽ നടന്ന ഏറ്റവും പൈശാചികമായിട്ടുള്ള ആ കോളേജിന്റെ പ്രിൻസിപ്പൽ കം മാനേജിംഗ് ഡയറക്ടർ
അർദ്ധരാത്രി സമയത്ത് പോലും നമ്മുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലൂടെ ദുരൂഹമായ സാഹചര്യത്തിൽ അയാൾ കയറി ഇറങ്ങുന്നതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തു, മാതാപിതാക്കൾ കംപ്ലൈന്റ് ചെയ്തു. ഈ സമരമുഖത്തുള്ള ഈ ABVP-കാരോ ഈ KSU-കാരോ മറ്റൊക്കെ കോളേജിന്റെ ഫ്രണ്ടില്ല. ഞാൻ ഇന്നലെ ആ കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ആളാണ്. അപ്പൊ എന്തിനാണ് ഈ ലോ അക്കാദമിയുടെ ഫ്രണ്ടിൽ ഈ സമര നാടകം നടത്തിയത്? കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ വക്കീൽ കുപ്പായം അണിയോ അണിയാതിരിക്കുകയോ ചെയ്യുന്ന സന്നദ്ധെടുത്തിട്ടുള്ള ഏതാണ്ട് ഒരു നല്ല ശതമാനം ആൾക്കാരും പ്രശസ്തരായ വ്യക്തികൾ, പൊളിറ്റീഷ്യൻസ് പോലും വളരെ കാര്യമായ രീതിയിൽ കേരളത്തിന് അഡ്രസ്സ് ചെയ്യുന്ന ഇവരിൽ മിക്കവരും ഈ ലോ അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ്. മറ്റൊരു പ്രത്യേകത, ആ കോളേജിനെ കുറിച്ചുള്ള വേറൊരു ആരോപണം, ഇവിടെ ഒരു കോൺഗ്രസിന്റെ വക്താവ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഭൂമിയെക്കുറിച്ച് ആരോപണം കൊണ്ടുവന്നു. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച ഒരാളാണ്, എൻ്റെ അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ട്. അതായത് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ സമയത്താണ് അവിടുത്തെ സ്ഥലം ഈ അക്കാദമിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അന്ന് ഏതാണ്ട് 500-600 രൂപയുള്ളൂ ഒരു സെന്റിന് വിലയുള്ളൂ. അതിനുശേഷം കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ട നാരായണൻ സാർ അദ്ദേഹം ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യവസ്ഥാപിതമായ അടിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സ്ഥലം 99 വർഷത്തേക്ക് അദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുത്തു. അതായത് നെഗറ്റീവ് റൈറ്റ് കൊടുത്തു. അല്ലാതെ അവരാരും പിടിച്ചു പറിച്ചൊന്നുമില്ല. തന്നെയുമല്ല ഈ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഈ രീതിയിൽ സ്ഥലം വാങ്ങിച്ചിട്ടുള്ള ക്രിസ്ത്യൻ പള്ളികൾ, ക്ലബ്ബുകൾ, ഹോസ്പിറ്റലുകളൊക്കെ നിരവധിയുണ്ട്. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മനോഹരമായ രീതിയിൽ ആദരണീയമായ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു കോളേജിനെ അപമാനിക്കുകയും അപഹാസ്യപ്പെടുത്തുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുത്ത 2 കോളേജുകളിലെ സമരത്തിനെ അട്ടിമറിക്കുവാനും ആ 2 കോളേജിന്റെ മാനേജ്മെന്റുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദുരൂഹമായ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് ഇവിടെ ABVP-യും കോൺഗ്രസും പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ഒരു സമര പേക്കൂത്താണ്. ഇന്നത് SFI എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമൂഹം അവർ വെച്ചിരിക്കുന്ന ഡിമാൻഡുകളെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പൾ ഇന്ന് അവിടെ നിന്ന് മാറിയിരിക്കുന്നത് 5 വർഷത്തേക്ക്. ഈ കുട്ടികളുടെ ഡിമാൻഡും അത് തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ വക്താക്കളായിട്ട് കേരളത്തിലെ മീഡിയകളിലും സോഷ്യൽ മീഡിയയിൽ അവതരിക്കുന്ന ചില ബഹുമാന്യരായ വനിതകളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അത് കേരള സമൂഹത്തിൽ പല സ്ഥലത്തും ആ ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടുത്തെ പല സ്ത്രീകളുടെയും പ്രശ്നങ്ങളിൽ സ്ത്രീപക്ഷപാതത്തിന്റെ പേരിലും മറ്റു പലതിന്റെ പേരിലും സമൂഹം അംഗീകരിക്കാൻ ഉളവാക്കുന്ന സ്ത്രീകളുടെ പേരിൽ പോലും ഇവിടെ പത്രസമ്മേളനങ്ങളും നിലവിളികളും നടത്തുന്നവർ ഒറ്റ വനിതാ നേതാവിനെ പോലും ഈ ലക്ഷ്മി നായർ എന്ന് പറയുന്ന നിയമത്തിൽ PhD ഉള്ള ആ സ്ത്രീയെക്കുറിച്ച് ഇത്രയധികം മോശമായ രീതിയിൽ കേരളത്തിൽ ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഇവരുടെ ആരുടെയും മുഖം ഒരു ചാനലിലും കണ്ടില്ല എന്നുള്ളൊരു പ്രതിഷേധം കൂടി കേരള സമൂഹത്തിന് വേണ്ടി ഞാനിവിടെ ഉയർത്തുകയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് വളരെ വേഗം എത്താം. ചർച്ചയിൽ പുതിയ ചില അതിഥികൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം എത്താം. ചർച്ചയിലേക്ക് തിരികെ വരികയാണ്. ഏതായാലും ഈ ഒരു വിഷയം വിശദമായി പഠിക്കുകയും ഒക്കെ കൂടി ചെയ്ത ശ്രീ റഹീമിന്റെ സാന്നിധ്യം കൂടി നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ച് ഡെപ്തിലേക്ക് കൂടി ഇറങ്ങി ചെല്ലാൻ സഹായകരമാകുമെന്ന് തോന്നുന്നു. ശ്രീ റഹീം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇതൊരു മാതൃകാപരമായ ഒരു തുടക്കം കൂടിയാണ്. കാരണം സമീപകാലത്തായി നിരവധിയായ വിഷയങ്ങൾ നമ്മൾ ഈ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ആദ്യത്തെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കാണാനാകുമോ? തീർച്ചയായിട്ടും ഈ സമരം തന്നെ അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. വിദ്യാർത്ഥികൾ ഭൂരിഭാഗം പേരെയും നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരായാലും അത്രയും പേരെ നേരിട്ട് ഇവരുടെ പരാതികൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. അത് ഞാൻ കേട്ടത് ഈ പാനലിലുള്ള ആൾ ഞാനാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പ്രിൻസിപ്പാളിനെ മാറ്റുക, പിന്നെ അവർ ഉയർത്തിയ എല്ലാം അക്കാദമിക് പ്രശ്നങ്ങളായിരുന്നു. പ്രിൻസിപ്പളിനെ മാറ്റണമെന്ന മുദ്രാവാക്യത്തിലേക്ക് നീങ്ങാനും കാരണം എന്താ? അവരുടെ ധാർഷ്ട്യം, അവരുടെ ഈ പറയുന്ന പെരുമാറ്റം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു, ഇത്തരമുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നത്തിലേക്ക് സർവകലാശാല ഇറങ്ങിപ്പോയത് പ്രശ്നത്തിലേക്കാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്. ആ പ്രശ്നം എന്ന് പറയുന്നത് വലിയ അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ടത് അവസാനത്തെ 4 സെമസ്റ്ററുകളിലായി ലോയുടെ ഒരു പ്രശ്നമാണ്. അവസാനത്തെ 4 സെമസ്റ്ററുകളിലായി ഓരോ സെമസ്റ്ററിലും 100 മാർക്കിൻ്റെ വീതം ഇന്റേണൽ ഉണ്ട്. ഈ 100ഉം ഇന്റേണൽ പേപ്പറാണ്, ഫുൾ ഇന്റേണലാണ്. ഇതിന് പുറമെയാണ് ബാക്കിയുള്ള പേപ്പറുകളിൽ 80:20, 100-ൽ 80 മാർക്ക് തിയറി, 20 മാർക്ക് ഇന്റേണൽ. ഇതിന് പുറമെയാണ് 100 മാർക്കിൻ്റെ വീതമുള്ള അവസാനത്തെ 4 സെമസ്റ്ററുകളിലായിട്ടുള്ള 5 പേപ്പറുകൾ. 5 പേപ്പറുകളിൽ 500 മാർക്ക് പ്രിൻസിപ്പാളിൻ്റെ കയ്യിലാണ്. പ്രിൻസിപ്പാളിൻ്റെ, അതായത് നിങ്ങൾ നോക്ക്, ലോയുടെ മിനിമം മാർക്ക് ജയിക്കാൻ ആവശ്യമായ മാർക്കിൻ്റെ പകുതിയിലധികം ഇന്റേണലാണ്. പ്രിൻസിപ്പാൾ കനിയാതെ ഒരു വിദ്യാർത്ഥിയും ലോ കടക്കില്ല. അതായത് പൊതുവിലുള്ള അവസ്ഥയാണ്. ലോ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുവൻ അധികാരങ്ങളും പ്രിൻസിപ്പാളിൻ്റെ കയ്യിലാണ്. ഇത് വെച്ചിട്ടാണ് ഈ കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഞങ്ങൾ ആ പ്രശ്നത്തെ തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അടുത്ത അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ ഇന്റർണൽ അസസ്മെന്റ് സംവിധാനത്തെ പൊളിച്ചെഴുതാൻ പോവുകയാണ്. ഈ തീരുമാനങ്ങളിൽ 8 തീരുമാനങ്ങൾ, ഒരു തീരുമാനത്തെ സംബന്ധിച്ച് ഇവിടെ വോട്ടെടുപ്പ്, ഞങ്ങളെ പ്രതിക്കൂട്ടിൽ വെക്കുക, ഇതെല്ലാം ഉണ്ടായല്ലോ. 8 തീരുമാനങ്ങളിൽ ഒരു തീരുമാനം ഈ ഇന്റർണൽ സംവിധാനമാകെ പൊളിച്ചെഴുതാണ്. ഈ കോളേജിലെല്ലാം, മുഴുവൻ കോളേജിലും
അതിൻ്റെ അർത്ഥം ദൂരവ്യാപകമായ പ്രത്യാഘാതവും ഫലവും ഉണ്ടാക്കിയ ഈ പറയുന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിൽ പൊളിച്ചെഴുതാൻ പോകുന്നതിൻ്റെ ഉത്തരവാദികൾ ഈ കുട്ടികളാണ്. ഈ കുട്ടികൾ ഉയർത്തിയ സമരമാണ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട സമര വിജയങ്ങളാണ്. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെ അന്ന് ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷത്തേക്ക് ഡിവാർ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അധ്യാപികയെ 5 വർഷത്തേക്ക് പരീക്ഷാ കാര്യങ്ങളിൽ ഡിവാർ ചെയ്യുക. പരീക്ഷാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇൻ്റേണൽ അസസ്മെൻറ്റ് എക്സാമിനേഷൻ്റെ പാർട്ടാണ്. ആ കടലാസിൽ ഒപ്പുവെക്കാൻ പോലും പറ്റില്ല. പ്രിൻസിപ്പാൾ മാറാൻ നിർബന്ധിതമായ കാര്യങ്ങളിൽ ഒന്നതാണ്. കാരണം ഞാൻ പറയാം, ഇൻ്റേണൽ അസസ്മെൻറ്റിൻ്റെ ഷീറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുമ്പോൾ ഒപ്പുവെക്കേണ്ടതാരാ? പ്രിൻസിപ്പാളാണ്. ഞങ്ങളുടെ ഡിബാറിൻ്റെ കണക്ക് വെച്ചിട്ട് പ്രിൻസിപ്പാളിന് ഒപ്പുവെക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും തന്നെയും ഇപ്പോൾ പ്രിൻസിപ്പാൾ മാറാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെയും എന്തിനാണ് ഈ സമരം തുടരുന്നത്? സിമ്പിളാണ് കാര്യം. ഇന്നലെ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഇവരെല്ലാം ഇറങ്ങിപ്പോയി. ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോയി. തുടങ്ങിയപ്പോഴും ഞാൻ പറയുന്നില്ല, വാക്ക് പിൻവലിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോയി എന്ന് പറയാം. ഇന്നിപ്പോൾ രാവിലെ ചർച്ചയ്ക്ക് ഇവരുൾപ്പെടെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും പോയില്ല. ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. ഇനിയിപ്പോൾ SFI തന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നിരിക്കട്ടെ. മാനേജ്മെൻറ്റ് ഏകപക്ഷീയമായി ആവശ്യങ്ങളടങ്ങുന്നത് ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു, ഞങ്ങളിതാ എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞാൽ ഇവർ പെരുമാറണ്ടേ? ഇപ്പം ഈ SFI വിളിച്ചങ്ങ് വിട്ടേക്ക്. SFI വിളിച്ചതിലാണ് അവർക്ക് അസൂയെങ്കിൽ SFI വിളിച്ചില്ല എന്ന് വിചാരിക്കാം. ആവശ്യങ്ങൾക്കല്ലേ സമരം ചെയ്യുന്നത്? അതേ അഭിമാനത്തിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ദുരഭിമാനത്തിന് വേണ്ടിയിട്ടാണോ? ഈഗോ എന്തിനാത്? പ്രിൻസിപ്പാൾ ഇന്നലകളിൽ കാട്ടിയ ഈഗോയാണ് ഇന്നിപ്പോൾ VM സുധീരനും ഈ KSUവും ഇവിടെ ഈ പറയുന്ന BJP ഇപ്പം കാണിക്കുന്നത്. നമ്മളെ വിളിച്ചില്ല. പ്രിൻസിപ്പാളിനും ഉണ്ടായിരുന്ന പ്രശ്നം ഇത് തന്നെയായിരുന്നു. അവരുടെ ചില ഈഗോ, അവരുടെ ചില കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നല്ലോ. അപ്പോൾ ആ ഈഗോ ഇപ്പോൾ ഇവർ കാണിക്കുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? സിമ്പിളാണ്. നിങ്ങൾ നോക്കൂ, കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ എന്തിനായിരുന്നു വോട്ടെടുപ്പെടുന്നത്? 8 നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെച്ചു. റിപ്പോർട്ട് യുനാനിമസായി അംഗീകരിച്ചു. ആ റിപ്പോർട്ട് തയ്യാറാക്കി തരാം. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് ലക്ഷ്മി നായർക്കെതിരായ കുറ്റപത്രം എന്നാണ്. ആരാ കുറ്റപത്രം തയ്യാറാക്കിയത്? 9 അംഗ ഉപസമിതിയിലെ മഹാഭൂരിപക്ഷവും CPM അംഗങ്ങളാണ്. ഞങ്ങൾ ഒരു ലൈൻ വേണ്ടാന്ന് വിചാരിച്ചാൽ വരില്ലാന്നേ. ഒരു ലൈൻ വേണമെന്ന് വെച്ചാൽ വരും. ഇതായിരുന്നല്ലോ ആ ഉപസമിതിയിലെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും? യുനാനിമസ് ആണല്ലോ. ഞങ്ങളുണ്ടാക്കിയ റിപ്പോർട്ടാണ്. 2 പ്രപ്പോസൽ വയ്ക്കുന്നു. 8 പ്രപ്പോസൽ വെച്ചതാരാ? ഒന്നിലും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. ഞങ്ങളുടെ അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനറായ ഡോക്ടർ P. രാജേഷ് കുമാർ CPM അംഗമാണ്. അദ്ദേഹമാണ് വെച്ചത്. 8 നിർദ്ദേശം ഇവരാരും വെച്ചതല്ല. എന്തായിട്ട് ഒന്ന് ഈ 5 വർഷത്തെ ഡിബാർ ഇവരാരും പ്രതീക്ഷിച്ചതേയില്ല. അനുരാധ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ പറയുന്ന വിവാദമായ ഒരു കുട്ടി, ആ കുട്ടിയുടെ എഴുതിയ അനധികൃതമായ അറ്റൻഡൻസ് എന്ന് കണ്ടെത്തിയാരാ? ഞങ്ങളുടെ ഉപസമിതി, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഉപസമിതി. ആ ഉപസമിതി കണ്ടെത്തിയെന്ന് മാത്രമല്ല, ആ കുട്ടി അനധികൃതമായി സമ്പാദിച്ച് എഴുതിയ ആ പരീക്ഷ റദ്ദാക്കാനും ആ കുട്ടി ഔട്ടാക്കാനുമുള്ള തുടർ നടപടികൾക്കായി ആ കുട്ടിയുടെ ഭാഗം കൂടി കേൾക്കണമല്ലോ. അതൊരു നടപടിക്രമമാണ്. ഹിയർ ദി അതർ സൈഡ് എന്നുള്ള ഒരു നടപടിക്രമത്തിന് വേണ്ടിയിട്ട് എക്സാമിനേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഇതെല്ലാം ചെയ്തു. ആരായത്? ഇതെല്ലാം ചെയ്തു വരുമ്പോൾ CPIMന് മാത്രമായി ഒരു പോയിന്റ് പോകാതിരിക്കാൻ വേണ്ടി വളരെ ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിൻ്റെ വാശി പിടിച്ച് സർവകലാശാലയിൽ സിൻഡിക്കേറ്റിൽ വോട്ടെടുപ്പ് കൊണ്ടുവന്നു. എന്താ ഡിമാൻഡ്? മാറ്റണം എന്നുകൂടി വിളിച്ചേർക്കണം. മാറ്റണമെന്ന് പറ്റില്ല. മാറ്റാൻ പറയാനോ മാറ്റണമെന്ന് തീരുമാനിക്കാനോ സർവകലാശാലയ്ക്ക് അധികാരമില്ലെന്ന് ഈ സിൻഡിക്കേറ്റ് നടക്കുന്നതിൻ്റെ തലേന്നാൾ മാതൃഭൂമി എന്ന ചാനലിൽ പരസ്യമായി പറഞ്ഞ സിൻഡിക്കേറ്റ് അംഗം, കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ദൗർഭാഗ്യവശാൽ പിറ്റേ ദിവസം മാറ്റണം എന്ന് പറഞ്ഞ് ഉൾച്ചേർക്കണമെന്ന് പറഞ്ഞ് വോട്ടെടുപ്പിന് ആവശ്യപ്പെട്ടത്. ആലോചിച്ചൊക്കെ. അപ്പോൾ എന്തിനായിരുന്നു ഇത്? അതും ഇന്നത്തെ ഈ സംഭവം കൂടി ചേർത്ത് വായിക്കണം. സിമ്പിളാണ്. വിദ്യാർത്ഥികളെ മുൻനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് BJP. എന്തിനായിരുന്നു ഹർത്താൽ? ലക്ഷ്മി നായരെ മാറ്റിയതിൻ്റെ പേരിലാണ് ഹർത്താൽ എന്നാണ് പുറം വർത്താനം. കാര്യം ഇന്ന് കേരളത്തിൽ അതല്ലാതെ മറ്റൊരു സംഭവം നടന്നിട്ടില്ല. കേരളത്തിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവം നാളെ KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധം. എന്തിനാ? പ്രിൻസിപ്പാളിനെ മാറ്റിയതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിക്കുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ, ഒരു സമരം വിജയിച്ചതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ സംഘടനയായി KSU മാറുകയാണ്. ഒരു സമരം വിജയിച്ചതിൻ്റെ പേരിൽ ജില്ലാ ബന്ധ ഹർത്താലും പ്രഖ്യാപിക്കുന്ന സംഘടനയായി ഭാരതീയ ജനതാ പാർട്ടി മാറുകയാണ്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ MJ ആനന്ദ് കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ആനന്ദി സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാണ് സമരം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദ്യാർത്ഥി സമരരംഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് അവിടുത്തെ 10-16 വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങളായിരുന്നു അവിടെ ഹനിക്കപ്പെടുന്നത്. അതിൻ്റെ എല്ലാത്തിനും ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പളായിരുന്നു. അവരെ ചുറ്റിപ്പറ്റിയുള്ള അലിഗേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ SFI ഉൾപ്പെടെ
KSU, ABVP, MSF, അതുപോലെ തന്നെ ASF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒരേ സ്വരത്തിൽ നിന്നത് പ്രിൻസിപ്പലിനെ രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യമായിരുന്നു. ഇവിടെ പറയുന്നു പ്രിൻസിപ്പലിനെ നീക്കം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് റഹീം അഡ്വക്കേറ്റ് ആണല്ലോ, വക്കീലാണല്ലോ. റഹീം ഇവിടെ കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ പറഞ്ഞു പ്രിൻസിപ്പലിനെ മാറ്റാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷേ ഞങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേറെ ഈ 3 നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഭൂമിയെ സംബന്ധിച്ച വിഷയം, കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള ശുപാർശ, അതുപോലെ തന്നെ ഈ പറയുന്ന SC/ST കുട്ടികളെ പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള വിഷയം, ഇതൊക്കെ തന്നെ ഈ അട്രോസിറ്റി ഉൾപ്പെടെയുള്ള കേസുകൾ എടുക്കാനുള്ള ശുപാർശയാണ് അന്ന് മുന്നോട്ട് വെച്ചത്. അതിൽ ഇവർ ഈ പറയുന്ന പോലെ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ രാജിവെപ്പിക്കാൻ ഉള്ള ഏർപ്പാടല്ല. പക്ഷേ പല കാര്യങ്ങളിലും ആ സമയത്ത് കൃത്യമായ രീതിയിലുള്ള അവർക്ക് നിർദ്ദേശം കൊടുക്കുവാൻ ഇവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അവിടെ ഈ ഇപ്പോൾ റഹീം പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ ഒരേ സ്വരത്തിൽ നല്ല റിപ്പോർട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ അന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ അടുത്ത ദിവസം നടന്ന ഇതിൻ്റെ ഉള്ളറ നീക്കങ്ങളാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമരം SFI ആദ്യഘട്ടത്തിലുമില്ല, ഈ സമരം ഇനിയിപ്പോൾ അവസാനിക്കുമ്പോഴും SFI ഇല്ല. ഈ സമരം തുടങ്ങുന്നത് KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിവെച്ച പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യവുമായി KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ പിന്നീട് വന്ന് അക്കമ്പനി ചെയ്ത സംഘടനയാണ് SFI. ഇന്ന് അവർ സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം അതിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ ജെയ്ക്കിൻ്റെ മുന്നേ ഒരു പേപ്പർ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. ജെയ്ക്കിൻ്റെ മുന്നേ ജെയ്ക്ക് ഒക്കെ കൂടി ഞങ്ങൾ ഉൾപ്പെടെയൊക്കെ പറഞ്ഞ കുറേ നിർദ്ദേശങ്ങൾ അടിച്ച് അതിൻ്റെ ഏറ്റവും അവസാനം പ്രിൻസിപ്പൽ രാജിവെക്കുന്ന 5 വർഷത്തേക്ക് മാറ്റി നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 ഗവേണിംഗ് ബോഡിയിലുള്ള 4 പേരാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 21ഓളം വരുന്ന അംഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് മെജോറിറ്റി ഞാൻ പറയട്ടെ, ഇതിനകത്ത് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആ ഡയറക്ട് ബോർഡിലുള്ളവരാണ്. ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ നാളെ അത് ചലഞ്ച് ചെയ്യാൻ പോയാൽ കോടതി ഇപ്പോൾ ഏതു സമയത്തും ഈ സമരം തുടങ്ങിയ സമയത്ത് തൊട്ട് SFI ഈ ലക്ഷ്മി നായർ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല, ഈ സമരത്തെ ഞങ്ങൾ മറ്റൊരു തരത്തിലുമല്ല കൈകാര്യം ചെയ്യുന്നത്, നിയമ മുഖാന്തരമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവര് ഇത് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് കോടതിയിലാണ്. ഈ കേസ് നിൽക്കുമോ എന്നുള്ളത് സത്യസന്ധതയോടുകൂടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ജെയ്ക്കിനും റഹീമിനും പറയാൻ പറ്റുമോ? ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റുമോ? ഇതേ കാര്യം ഞങ്ങൾ നേരത്തെ തിരിച്ചു വെച്ചിരുന്നു. ഇതിന് SFIയെ സംബന്ധിച്ചും ധാരണയെ സംബന്ധിച്ചും ജയ്ക്ക് മറുപടി പറയും. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിയമപരമായി ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറയാത്തൊരു കാര്യം അടിച്ചേൽപ്പിച്ചപ്പോൾ എന്തേ ഈ ആദ്യം നിങ്ങൾക്ക് അന്നുണ്ടായില്ല? അത് പറഞ്ഞിട്ടുള്ളതാണല്ലോ അന്ന് ഒപ്പുവെച്ചേ. ഇത് സംബന്ധിച്ചിട്ട് ചോദ്യത്തിന് ഞാൻ TV യിൽ കണ്ടു, ഡോക്ടർ നാരായണൻ നായർ മറുപടി പറയുന്നുണ്ട്. എന്താ മറുപടി? കോടതിയിലേക്ക് പോകുന്നില്ല, ആ ഉറപ്പുണ്ട്. കോടതിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് ഞാൻ കേട്ടത്. കോടതിയിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ചർച്ചയിൽ പങ്കെടുത്ത ജെയ്ക്കിനെ സംബന്ധിച്ച് കൂടുതൽ പറയും. ഇദ്ദേഹം പറഞ്ഞു സിൻഡിക്കേറ്റിൽ നടന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ പൂർണ്ണമായി തെറ്റാണ്. നിങ്ങളവിടെ രണ്ടാമത് എഴുതി കൊടുത്തത് ഹരിജൻ അട്രോസിറ്റി ഒന്നുമല്ല. നിങ്ങൾ എഴുതി കൊടുത്ത കാര്യം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം, അതാണ് എഴുതി കൊടുത്തത്. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉന്നയിച്ച കാര്യമല്ല. ഇനി 2, ഭൂമി കൊടുത്തതാരാ? ഭൂമി അനധികൃതമായി അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമിയൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഭൂമി കൊടുത്താരാ? ഇനി അനധികൃതമായി ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പരാതി കൊടുക്കുക. അത് ശുപാർശ ചെയ്യുന്ന ഏജൻസിയാണ് സർവകലാശാല എന്ന് ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? കേരള സർവകലാശാല എന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്ന സ്ഥാപനമാണോ? അല്ല. ഞങ്ങളെ സംബന്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഒരു ലോ കോളേജ് നടത്താൻ ആവശ്യമായ ഭൂമി എവിടെയുണ്ടോ അത് ആരുടെ ഓണർഷിപ്പിൽ, ഇതേ നോക്കേണ്ടതുള്ളൂ. ആ ഓണർഷിപ്പ് വെച്ച് വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പണയം വെച്ചിട്ടുണ്ടോ, ഇതേ സർവകലാശാല നോക്കേണ്ട കാര്യമുള്ളൂ. സർവകലാശാലയെ സംബന്ധിച്ച് അവിടെ യോഗ്യരായ അധ്യാപകരുണ്ടോ നോക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ നോക്കണം. ഭൂമിയെ സംബന്ധിച്ചിട്ടാണ് എങ്കിൽ ഒറ്റ കൺസേണേ സർവകലാശാലയ്ക്കുള്ളൂ. ആ കൺസേൺ എന്ന് പറയുന്നത് സർവകലാശാലയ്ക്ക് ഇന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നതിനാവശ്യം മതിയായ ഭൂമിയുണ്ടോ, മതിയായതിൽ കൂടുതൽ ഭൂമിയുണ്ടെന്നാണ് അവർ ആരോപണം. ഇപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കിയേ വേണ്ടേ? 2, അത് അനധികൃതമാണെങ്കിൽ അത് സംബന്ധിച്ച് നിങ്ങൾ വേറെ പരാതി പോകും. അതിനെന്തിനാ സർവകലാശാലയിൽ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി വാർത്തയുണ്ടാക്കുന്നത്? വാർത്തയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ,
ഇവരുടെ സിൻഡിക്കേറ്റിൽ ഇപ്പോൾ നമ്മളെ കാര്യമാണല്ലോ പറയുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല അവതരിപ്പിച്ച പ്രമേയത്തിന് ബദലായി വേറൊരു പ്രമേയം വന്നു. അതാരും ചർച്ച ചെയ്തില്ല. ജ്യോതികുമാർ ചാമക്കാല ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. കോൺഗ്രസ് എന്ന് വെച്ചാൽ ചെറിയ ആളല്ല, KPCCയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എഴുന്നേറ്റ് എന്ന് പറയുന്നു, ഞാൻ വേറൊരു പ്രമേയം അവതരിപ്പിക്കുന്നു. ശരി, അപ്പോൾ ആ പ്രമേയത്തിന് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജ്യോതികുമാർ ചാമക്കാല അവതരിപ്പിച്ച പ്രമേയത്തിന് KPCC സംസ്ഥാന ട്രഷറർ വോട്ട് ചെയ്യുന്നില്ല. ശരി, അപ്പോൾ ജോൺസൺ എബ്രഹാമിൻ്റെ പ്രമേയത്തിനോ? മറ്റേ കോൺഗ്രസ് അംഗങ്ങളാരും വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജോൺസൺ എബ്രഹാം പറഞ്ഞു, എൻ്റെ പ്രമേയത്തിന് ഞാൻ മാത്രം വോട്ട് ചെയ്യുന്നു. ഇതാരും നാടകം. ഇതിന് പുറമെയാണ് 2 UDF അംഗങ്ങൾ KS ഗോകുമാറും നമ്മുടെ MK അബ്ദുൾ റഹീം മുസ്ലിം ലീഗിൽ രണ്ടുപേരും വിട്ടു നിൽക്കുകയും ചെയ്തത്. ഇത് അന്തചിത്രത്തിൻ്റെ ഫലമല്ലേ? നിങ്ങളുടെ ഈ ചെറിയ സങ്കുചിതമായ മനസ്സിനും രാഷ്ട്രീയ താല്പര്യത്തിനും ഈ കുട്ടികളെ, നിയമവിദ്യാർത്ഥികളെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വലിയ രാഷ്ട്രീയ വിജയത്തിലേക്കാണ് ആ സമരം പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കേരള സർവകലാശാലയിലെ നിയമവിദ്യാഭ്യാസ മേഖലയിൽ തുടർന്ന് ബാക്കി എല്ലായിടത്തും നടപ്പിലാക്കാനാണ് ഞങ്ങൾ പോകുന്നത്, ഇന്റേണൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട്. അതിന് പറ്റുന്ന ഒരു വലിയ മുദ്രാവാക്യം വെച്ച് ഇത്രയും വലിയൊരു സമരം ചെയ്ത ആ സമരത്തിൻ്റെ വലിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളെ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ബോധിപ്പിച്ചത് ഈ കുട്ടികളാണ്, ഇവരുടെ സമരമാണ്. വളരെ ചർച്ചയിലേക്ക് എത്താം. ശ്രീ ജോർജ് കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നതാണ്. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം അദ്ദേഹത്തിലേക്ക് എത്താം. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജോർജ് കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലോ അക്കാദമി പരിസരത്ത് നിന്നുമാണ് അദ്ദേഹം ചേരുന്നത്. ശ്രീ ജോർജ് കുര്യൻ, ഒരുപക്ഷെ ഇന്നത്തെ ഈ സമരത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാർത്ഥികൾ ചെയ്യുന്ന സമരത്തിന്റെ പ്രധാന ആവശ്യം അത് അംഗീകരിച്ചതായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതായാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി നായരെ മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമ്പോഴും ഇപ്പോഴും ABVPയും BJPയും ഒക്കെ എടുക്കുന്ന നിലപാട് അത് സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ അതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ശ്രീ ജോർജ് കുര്യൻ. ഈ മാറ്റി എന്ന് പറയുന്നത് അച്യുതാനന്ദനെ മാറ്റിയ പോലെയല്ലേ? അച്യുതാനന്ദനെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി, എല്ലായിടത്തും അച്യുതാനന്ദനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ലക്ഷ്മി നായർ എങ്ങും പോയിട്ടില്ല. അവർ രാജിവെച്ചിട്ടില്ല, അവർ ലീവ് എടുത്തിട്ടില്ല. ഇനി എങ്ങനെയാണ് അവർക്ക് കോടതിയിൽ പോകാമെന്ന് നാരായണൻ നായർ പറഞ്ഞു. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ചുവപ്പ് കൊടിയുള്ള ഒരു മുതലാളിത്ത പാർട്ടിയാണെന്നും അതിൻ്റെ വാലാണ് SFI എന്നാണ്. അവരിപ്പോൾ മുതലാളിമാരുടെ കൂടെയും മർദ്ദകരുടെ കൂടെയും ഒക്കെയാണ്. അപ്പോൾ അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാക്ക് രാധാകൃഷ്ണനെ, നമ്മുടെ സാന്റിയാഗോ മാർട്ടിനെ, അതുപോലെ തന്നെ ഫാരീസ് അബൂബേക്കർ, അവരുടെയൊക്കെ കൂടെ നിൽക്കുന്നത് പോലെ ഇവിടെ ലക്ഷ്മി നായരുടെ കൂടെ നിൽക്കുന്നു. വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുന്നു. അല്ലാതെ എന്താ ഇവർ നേടിയെടുത്തു എന്ന് പറയുന്നത്? ലക്ഷ്മി നായർക്ക് അത് ഇന്നലെ അവർ രഹസ്യമായിട്ട് ചർച്ച ചെയ്തത്, ലക്ഷ്മി നായർ കോടതിയിൽ പോയിട്ട് തിരിച്ചു വരും. ബാക്കി വിദ്യാർത്ഥി സംഘടനകളെ ഇറക്കി വിട്ടിട്ട് അവർ സംസാരിച്ചത് ലക്ഷ്മി നായരെ മാറ്റി ഒരു വൈസ് പ്രിൻസിപ്പളിനെ വെക്കുക, വൈസ് പ്രിൻസിപ്പളിന് യോഗ്യത ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ലക്ഷ്മി നായർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയിട്ട് ലക്ഷ്മി നായർ തിരിച്ചു വരുന്ന സമയത്ത് SFIക്കാർ വിപ്ലവം ജയിച്ചു, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു. പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നു. അതല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, നിങ്ങളെങ്ങനെയാണ് പറഞ്ഞത് മാറ്റി നിർത്തിയെന്നും വിജയിച്ചെന്നും എങ്ങനെയാണ് സൗമ്യ പറഞ്ഞത്? SFIക്കാർ പറഞ്ഞു കേട്ടിട്ടാണോ? താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ടെറിജി ലൂക്കോസ്, സ്വാഭാവികമായും അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു വിഷയം, അതിനുള്ള മറുപടി. അല്ലാതെ ജോർജ് കുര്യനെ സംബന്ധിച്ചോളം ജോർജ് കുര്യൻ്റെ സംസ്ഥാനത്തെ മുൻ പ്രസിഡന്റും അവരുടെ സമന്വിത നേതാവും അവരുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായ V മുരളീധരൻ ഒരു പട്ടിണി സമരമാണ് നടക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അതെന്തിനാണ് അദ്ദേഹം അവിടെ സമരം നടത്തുന്നത് എന്ന് പോലും കേരളീയ ജനസമൂഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അതിൽ നിന്നുള്ള ഒരു വിഭ്രാന്തിയിലൂടെയുള്ള ചില വാക്കുകളാണ് എൻ്റെ സുഹൃത്തായ ബഹുമാനപ്പെട്ട ജോർജ് കുര്യനോട് പറയുന്നത്. ജോർജ് കുര്യൻ പറയുന്നത് ഇപ്പോൾ അവർ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞു. ഈ രാജിവെച്ച് പോയാൽ തന്നെ അവർക്ക് രാജി പിൻവലിക്കാൻ പറ്റില്ല. മാനേജ്മെന്റ് അവരുടെ തന്നെയല്ലേ. അപ്പോൾ ഇതൊന്നും അല്ല അർത്ഥം. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ആ പ്രിൻസിപ്പളിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പുള്ളതിൻ്റെ പേരിൽ അവർ ഇത് കീഴടങ്ങുകയും SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം ചേരാതെ മറ്റ് ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഞാൻ എടുത്തു പറഞ്ഞു AIYFനെ പോലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ ഇന്ന് ചാനലുകളിൽ പറഞ്ഞതൊക്കെ അവകാശമായി പോയി. അവരിതിനോടൊപ്പം നിൽക്കേണ്ട. അതിനകത്തൊരു ഈഗോ ക്ലാഷാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ABVP എന്ന് പറയുന്ന സംഘടന അവിടെ കാണിച്ചിരിക്കുന്ന പേക്കൂത്തുകൾ മുഴുവനും ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അജണ്ടയായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സർക്കാരിനെയും അപമാനിക്കുവാനായിട്ട് അവർ കരുവാക്കിയിരിക്കുകയാണ് ലോ അക്കാദമി
അക്കാദമിയെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ജോർജ് കുര്യനോട്. ജോർജ് കുര്യൻ്റെ എൻ്റെ നാട്ടിലാണല്ലോ ടോംസ് കോളേജ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേൾക്കാത്തൊരു ആരോപണമല്ല അവിടെ നടന്നത്. നമ്മുടെ പെൺകുട്ടികളെ അത് ലോ അക്കാദമിയിലെ പ്രതികരിക്കാൻ ശേഷിയുള്ളവരാണ് ലോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ വക്കീലന്മാരെ കുറിച്ച് സീരിയൽ ചെയ്തിട്ടുള്ള ആളാണ്, അതിനെക്കുറിച്ച് അത്യാവശ്യം എനിക്കറിയാം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കൗമാരപ്രായക്കാരായിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ പാതിരാത്രി കടന്നുകൊടുത്ത് ഈ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനും പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലും ജോർജ് കുര്യൻ അറിയാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ പരാതി വരെ ഉണ്ടായിട്ട് ഈ ജോർജ് കുര്യൻ്റെ പാർട്ടിയോ വിദ്യാർത്ഥി സംഘടനയോ അവിടെ ഇതുവരെ ഒരു ചെറിയ സമരത്തിനോട് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ടോംസ് കോളേജിന്റെ മുതലാളിനെ സംരക്ഷിക്കാനാണോ ഇവരുടെ ലക്ഷ്യം? പാരമ്പര്യമുള്ള 50 വർഷത്തെ പാരമ്പര്യമുള്ള ലോ അക്കാദമി തകർത്ത് ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണോ ജോർജ് കുര്യൻ്റെ പാർട്ടി ശ്രമിക്കുന്നത്? അപ്പോൾ കേരളീയ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ കുറച്ച് ആൾക്കാർ മാത്രമല്ല വീക്ഷിക്കുന്നത്. കോട്ടയത്തെയും കോഴിക്കോടെയും കാസർഗോഡെ ജനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പിൻവലിഞ്ഞ അല്ലെങ്കിൽ സ്വയം 5 വർഷത്തേക്ക് അവർ മാറിയിട്ട് ആ സമരം വിജയിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നാളെ ഹർത്താൽ ആചരിക്കുന്നത്. സാധാരണ പരാജയപ്പെടുമ്പോൾ ഹർത്താൽ ആചരിക്കാനുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം പീഡിപ്പിക്കുന്ന ഒരു പാർട്ടി അടുത്ത കാലത്ത് BJP-യിലുള്ളൊരു പാർട്ടി ഉണ്ടോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നാളെ ഇവിടെ ഹർത്താൽ ആചരിക്കുന്നത്? ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ജോർജ് കുര്യൻ ഒന്ന് മനസ്സിലാക്കണം. ഈ സമരം പൂർണ്ണമായിട്ടും വിജയിച്ച് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒറ്റപ്പെട്ടെന്നല്ല പോയത്. മറ്റു വിദ്യാർത്ഥി സംഘടനകൾ അവരോട് ചേർന്നില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ നേതാക്കന്മാരുടെ ഈഗോയാണ്. നിങ്ങൾ എന്തിന്റെ പേരിലാണ് നാളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ നിങ്ങൾ വീട്ടിൽ അടച്ചിരുത്തുകൊണ്ട് നിങ്ങൾ ഹർത്താൽ ആചരിക്കുന്നത്? എന്തിന്റെ പേരിലാണ്? ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ രാജിവെച്ചതിന്റെ പേരിലോ? അപ്പൊ നിങ്ങളുടെ അജണ്ട എന്തായിരുന്നു? അവിടെ കലഹം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് കേരളം തിരിച്ചറിയുന്നുണ്ട് ജോർജ് കുര്യൻ. അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ വിദ്യാർത്ഥി സമരത്തോടൊപ്പം നാളെ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളെ നിങ്ങൾ വീട്ടിൽ അടക്കിയിരിക്കുന്നത് എന്തിനാണെന്നോട് ചർച്ച ചെയ്യണം. ശ്രീ ജോർജ് കുര്യന്റെ ആരോപണത്തോടു കൂടി ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കണം. ഇതുവരെ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് SFI പിന്നോട്ട് പോയിട്ടുണ്ടോ? ഈ ലക്ഷ്മി നായരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള സാങ്കേതികത അവർ തിരികെ വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീ ജോർജ് കുര്യനെ പോലെയുള്ളവർ പറയുന്നത് പോലെ ആണോ? ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോർജ് കുര്യൻ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ വേണ്ടി പോകുന്നില്ല. പലതും അവകാശമാണ്. സാന്റിയാഗോ മാർട്ടിനോ ബാക്കി ഫാരിസ് അബൂബക്കറോ അങ്ങനെ പുള്ളി ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണ്ടെന്ന പ്രകാരം പല പേരുകൾ SFIയെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞത്. ഞാൻ എല്ലാ വിഷയങ്ങളിലേക്കും പറഞ്ഞില്ല. ഒറ്റക്കാരമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഐക്യരൂപത്തിൽ ഉയർത്തി വെച്ച മുദ്രാവാക്യം ഈ പ്രിൻസിപ്പൽ പരിപൂർണമായും ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ്. നാളെ ലോ അക്കാഡമിയിൽ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ക്ലാസ്സുകൾ പുനരാരംഭിക്കും. അവിടെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പോകുന്ന ആളുടെ പേര് ഡോക്ടർ ലക്ഷ്മി S. നായർ എന്നല്ല എന്നത് മാത്രം മതി ഞങ്ങൾ ഉന്നയിച്ച് ഈ സമരം വിജയിച്ചു എന്നതിന്റെ തെളിവായിട്ട്. അവിടെ ശ്രീ ജോർജ് കുര്യന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആ ലോ അക്കാഡമിയുടെ പുറത്ത് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമേ പുറത്ത് സമരം ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സമരപ്പന്തലിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമരപ്പന്തൽ, വിദ്യാർത്ഥികൾ മാത്രമില്ലാത്ത ഏതെങ്കിലും ഒരു സമരപ്പന്തൽ ഉണ്ടെങ്കിൽ അത് ശ്രീ ജോർജ് കുര്യന്റെ മാത്രം സമരപ്പന്തലുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ച 17 ആവശ്യങ്ങളിൽ മാന്യമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവരെന്താ ഇന്നലെ ചെയ്തേ? അപ്പോട്ടെ ABVP എന്താ ഇന്നലെ ചെയ്തേ? സമരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചയിൽ മുതൽ ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ സാർത്ഥകമായ പല നിർദ്ദേശങ്ങളും ഉയർന്നു വരുമ്പോൾ അതിലേക്കൊന്നും മാന്യമായി പ്രതികരിക്കാൻ പോലും നിൽക്കാനാവാതെ അന്നേരം ചർച്ച ബഹിഷ്കരിച്ച് പോവുകയാണ്. അവിടെ സ്വതന്ത്രരായി സമരം ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ പ്രതിനിധികൾ പോലും ഞങ്ങൾ ഇന്നലെയും വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിലും ഒക്കെ പങ്കെടുത്ത ചർച്ചയിൽ വളരെ സാർത്ഥകമായ പ്രതികരണങ്ങളായി ഞങ്ങളോടൊപ്പം മുഴുവൻ സമയം വരുന്ന പെൺകുട്ടികളാണ്. അവർ പോലും ഈ ജോർജ് കുര്യന്റെ അഭിപ്രായത്തോട് സമ്പൂർണ്ണമായി വിയോജിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ വളരെ സങ്കടമുണ്ടാവും. നാളെ ഇപ്പോൾ ഒരു ഹർത്താൽ വെച്ചിട്ട് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഹർത്താൽ? ഡോക്ടർ ലക്ഷ്മി S. നായർ ലോ അക്കാഡമിയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഹർത്താലോ? ഇവിടെ പല വിവരങ്ങളും പറയുന്നുണ്ട്. SFIയും ലക്ഷ്മി S. നായർ നടന്ന ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് എവിടുന്ന ഈ വിവരങ്ങൾ ലഭിച്ചേ? ഒന്നല്ല SFI പറയണം. അതെന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുമെന്ന് അദ്ദേഹവും കരുതുന്നില്ല. പിന്നെ ആരാ? ഡോക്ടർ ലക്ഷ്മി S. നായർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആരൊക്കെ തമ്മിലാണ് ബന്ധം? അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. വളരെ ചർച്ചയിലേക്ക് എത്താം. അവരുടെ വേളയിലേക്ക് കൊടുത്ത ശേഷം ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ റഹീം, ഒരുപക്ഷെ ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇതിന്റെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ. അതായത് ലക്ഷ്മി നായർ മാറി നിൽക്കുന്നു, മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ രാജിവെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയാണെന്ന് തോന്നുന്നു വലിയൊരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്താണ് ഇതിനകത്തെ ഒരു സാങ്കേതിക വിഷയം? എനിക്ക് സംശയം ജോർജ് കുര്യൻ ഏത് ഇയറിൽ പഠിക്കുന്നു എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്തായാലും ജോർജ് കുര്യനും V. മുരളീധരനും എല്ലാം ഇപ്പോഴെങ്കിലും ഈ കോളേജിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. എന്താവശ്യത്തിനാണ് നിങ്ങൾ കിടക്കുന്നതെന്ന് ഒന്ന് ജനങ്ങളോടും പൊതുസമൂഹത്തോടും പറയണം ശ്രീ ജോർജ് കുര്യൻ. നിങ്ങളുടെ നാട്ടിലെ കോളേജിൻ്റെ ഗേറ്റ് കടന്നിട്ടാണ് ഇവിടുത്തെ ഒരു അനീതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആ അനീതിക്കെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ടല്ലോ. വിദ്യാർത്ഥികൾ സമരം ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് അനുഭാവം പ്രകടിപ്പിക്കുക ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. പക്ഷേ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉൾപ്പെടെ ഉന്നയിച്ചൊരാവശ്യം വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുക,
എന്തിനായിരുന്നു ഇന്ന് തല്ലുണ്ടാക്കിയത് രാവിലെ? എന്തിനായിരുന്നു ഈ രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് പോയത്? നിങ്ങളിന്ന് രാവിലെ റോഡ് പുറവച്ച് എന്ത് മുദ്രാവാക്യത്തിനാണ്? നിങ്ങൾ പറ, എന്ത് മുദ്രാവാക്യത്തിനാണ്? ജനങ്ങൾ ശക്തമായ നിലപാടുമായൊരു സർക്കാർ മുന്നോട്ട് പോകുന്നു. സർക്കാരിന് വീണ്ടും വീണ്ടും നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കാനുള്ള പുകമറ സൃഷ്ടിക്കാനാണ് ഒരു ട്രെൻഡ് ഉണ്ടായപ്പോൾ ഒരു പുര കത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി വാഴ വെട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണിത്? എനിക്കിപ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ശ്രീ VM സുധീരൻ അവിടെ പോയി. കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ മുന്നണി രൂപപ്പെടുകയാണ്. കുറേ കാലമായുണ്ട്, പ്രച്ഛന്നമായിരുന്നു. കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്തിലുടനീളം പരസ്പരം കൈകോർത്തിരുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി കൈകോർത്തിരുന്നു. ഇപ്പോഴും രസകരമായൊരു കാര്യം, ലോ അക്കാദമിയുടെ KSUവിൻ്റെ സമരത്തെ നയിക്കുന്നത് ഇപ്പോഴും രമേശ് ചെന്നിത്തലയാണ്, ഐ ഗ്രൂപ്പാണ്. എന്തുകൊണ്ട് ഈ സമരത്തിൻ്റെ ഇത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി? എന്തേ ആ സമരസ്ഥലത്ത് പോയില്ല? ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പാണ്. ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പരിപാലിക്കാം, ഇന്നലെ വരെ പോയിട്ടില്ല. എന്തുകൊണ്ട് പോയില്ല? ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പരിപാടി നോക്കി, മുഴുവൻ ദിവസവും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അല്ല ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഇന്നലെ വരെയുള്ള ഒരു ദിവസം വന്നില്ലല്ലോ. തിരുവനന്തപുരത്തുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. ഒരിക്കൽ പോലും പോയില്ല. തിരുവനന്തപുരത്ത് എ ഗ്രൂപ്പ് നേതാക്കൾ ആരൊക്കെ പോയി? തമ്പാനൂർ രവി പോയോ? MM ഹാസൻ പോയോ? അവരിവിടെ ഇല്ലായിരുന്നോ? ആനന്ദ് പറ. ഒരാളും പോയിട്ടില്ല. വളരെ കൃത്യമായി ലോ അക്കാദമിയിലെ KSUവിനകത്ത് വലിയൊരു സംഘടനാ യുദ്ധം നടക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പാണ്, സംഘടനാ തിരഞ്ഞെടുപ്പാണ്. ആ സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇവിടെ ഈ കുട്ടികളെ മറയാക്കി നിർത്തി ഒരു പുകമറ സൃഷ്ടിച്ച് ഇതെല്ലാം ചെയ്യണം. അവിടെ രാഷ്ട്രീയം. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു അവിശുദ്ധ സഖ്യം രൂപപ്പെടുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി, അതോടൊപ്പം തന്നെ UDF ഉൾപ്പെടെയുള്ള ഒരു അവിശുദ്ധ സഖ്യം. CPIയുടെ നിലപാട് CPI പറയട്ടെ. ഈ ദിശയിലേക്ക് പോകുന്ന ഒരു സമരമുന്നണിയിൽ CPI നിൽക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് CPI ആണ്. CPI ഉയർത്തുന്നത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമല്ല, വിദ്യാർത്ഥികളുടെ ആവശ്യവുമല്ല. CPI ഉയർത്തുന്നത് CPIയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മുന്നേറ്റമാണ്, കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചിട്ട് ഇവിടെ ആരും CPIക്കാരല്ലാത്തതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ആനന്ദ് ചോദിച്ച ചോദ്യം CPI ഈ മുന്നണിയിലുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് CPI അല്ലെങ്കിൽ AYF അഭിപ്രായം പറയേണ്ട കാര്യമാണ്. അതവർ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റ് അവിടെ പോകുന്നു, KPCC പ്രസിഡന്റ് പ്രത്യേക ശ്രദ്ധയിലെത്തുന്നു, രമേശ് ചെന്നിത്തല പ്രത്യേക ശ്രദ്ധയിലെത്തുന്നു. അവിടെ BJP പ്രത്യേകമായ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുന്നു. BJPയും കോൺഗ്രസും ചേരുന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് പേരൂർക്കടയിൽ ലോ അക്കാദമിയുടെ മുമ്പിൽ നടക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നു, ഇതിപ്പോൾ വീണ്ടും നടക്കുകയാണ്. ആന്റണി പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ആന്റണി പറഞ്ഞത് പകല് കോൺഗ്രസ്, രാത്രി. ഇത് പകലും രാത്രിയിലും കോൺഗ്രസും BJPയുമായി പരസ്പരം മാർദ്ദിക്കുകയാണ്. ഇത് ഒരു കാര്യം ഉറപ്പുള്ളൂ, അവിടെ ആനന്ദിൻ്റെ KSUവിൻ്റെ സമരപ്പന്തലും BJPയുടെ സമരപ്പന്തലും മുഖാമുഖം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഖാമുഖം നോക്കിയിരുന്ന് ആ കതർ മണ്ഡപത്തിൽ വെച്ച് തന്നെ മാലയിട്ട് പരസ്പരം ജീവിതം മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് അതേ ഉള്ളൂ വഴി എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. BJPക്ക് ക്ലച്ച് പിടിക്കാൻ അതേ വഴിയുള്ളെന്ന് BJPയും കരുതുന്നു. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു രാഷ്ട്രീയ അപഹാസ്യ നാടകത്തിന് പാവപ്പെട്ട കുറേ കൗമാരക്കാരായ കുട്ടികളെ ഞാൻ ഒരു കാര്യം പറയാം. ഈ അവിടെ ഞാനെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. ഇത്രയും കുട്ടികളെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ആനന്ദിനോട് ക്യാമറ ഓഫ് ആകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മിടുക്കരായ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ. ഈ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ഈ ടെലിവിഷൻ ചാനലുകളിൽ വന്ന് അഭിപ്രായം പറയുന്ന കുട്ടികളെല്ലാം തന്നെ അവരുടെ അക്കാഡമിക് ട്രാക്ക് റെക്കോർഡ് മികവുറ്റതാണ്, അതിൽ രാഷ്ട്രീയ ഭേദമന്യ ഇല്ല. അപ്പോൾ ഇത്രയും മികവ് പുലർത്തുന്ന ഈ വിദ്യാർത്ഥികളെ വെറും രാഷ്ട്രീയ സങ്കുചിത താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അവിശുദ്ധ രാഷ്ട്രീയ വിശാല സഖ്യത്തിന് ഇവിടെ രൂപം കൊടുക്കുകയാണ്. അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആ കാർമ്മികത്വം അറിയാതെയോ അറിഞ്ഞോ VM സുധീരൻ അതിൻ്റെ മുഖ്യ കാർമ്മികനായി മാർഗദർശിയായി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിലേക്ക് വരാം. ശ്രീ ആനന്ദിന്റെ മറുപടിയിലേക്ക് വരാം. വളരെ വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ടായിരുന്നു. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. വളരെ വേഗം ആനന്ദിന്റെ മറുപടിയിലേക്ക് ശ്രീ റഹീം പറഞ്ഞ കാര്യങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് റഹീം. അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ സമരത്തെക്കുറിച്ച് വിലയിരുത്തിയത്. അദ്ദേഹം ഒരുപക്ഷെ ഈ സമരരംഗത്ത് ഒരു ദിവസം പോലും വന്നിട്ടുണ്ടാകുകയില്ല. കാര്യം അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം മാനേജ്മെന്റിനെയും കേട്ടിട്ടുണ്ട്. അദ്ദേഹം വല്ലാണ്ട് പറഞ്ഞുപോയി ഈ ചർച്ചയിൽ. കാര്യം വേറൊന്നുമല്ല, ഒന്ന് പറഞ്ഞത് ഇത് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയവും ഇതിനകത്തില്ല.
നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുമായിരിക്കും, മറ്റു മാധ്യമപ്രവർത്തകർക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. വേറൊന്നുമല്ല, ഉമ്മൻചാണ്ടി നമ്മുടെ ഗോവയിലെ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഗോവയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ ഉമ്മൻചാണ്ടിയാണ്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം എറണാകുളത്താണ്. നാളെ രാവിലെ അദ്ദേഹം സമരപ്പന്തൽ എത്തുന്നുണ്ട്, രാവിലെ തന്നെ. അപ്പോൾ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തെക്കുറിച്ചും അദ്ദേഹം എപ്പോഴും ചോദിക്കട്ടെ, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. ഈ പറയുന്ന ടോംസ് കോളേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ അട്രോസിറ്റി നടന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. എന്തുകൊണ്ട് അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടില്ല? ടോംസ് കോളേജിൽ ഉൾപ്പെടെ KSU മാർച്ച് നടത്തിയിട്ടുണ്ട്, ശക്തമായ സമരപരിപാടികൾ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മറ്റക്കര ടോംസ് കോളേജിൽ ഓരോ വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ 1000-ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തുണ്ടെങ്കിൽ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ, ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഇവിടെ ഈ സമരം നടന്നിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തേ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാത്ത? SFIക്കാർ ഇത്രയും ദിവസം പട്ടിണി കിടന്നല്ലോ. എവിടെയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? കേരളത്തിന്റെ മന്ത്രിമാർ എവിടെയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, SFIയിലൂടെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ സ്വാശ്രയ കോളേജിലെ കൊള്ളയടിയെ കുറിച്ച് കഴിഞ്ഞ എവിടെ പറഞ്ഞു? എങ്ങും തൊടാതെ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അക്കാഡമി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? ഇത്രയും വലിയ സമരം നടന്നിട്ട് അക്കാഡമി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ നേരത്തെ താങ്കളോടും ചില ചോദ്യങ്ങൾ റഹീം അടക്കമുള്ളവർ ചോദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്നിങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നു. പരീക്ഷകൾ വരാനിരിക്കുന്ന, ക്ലാസുകൾ മുടങ്ങിയിരിക്കുന്ന വലിയൊരു അവസ്ഥയുണ്ട്. കുട്ടികൾക്ക് സ്വാഭാവികമായും ക്ലാസുകളിലേക്ക് പോകേണ്ടതുണ്ട്. നാളെ തൊട്ട് കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ തന്നെ പറയുമ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള ഒരു മാനം എങ്ങനെയാണ് BJPയുടെ ഈ ഒരു പ്രതിഷേധത്തിനുള്ളത്? സ്വാഭാവികമായി നേരത്തെ ശ്രീ റഹീം അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിക്കൂടി ശ്രീ ജോർജ് കുര്യൻ. അല്ല, ജയിക്ക് പറഞ്ഞ കാര്യം പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. ജോർജ് കുര്യൻ പറയുന്നത് ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാണോ, അത് നടക്കുന്ന കാര്യമാണോ എന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ചോദിക്കുന്നു. ഇന്നലെ വരെയും SFIയുടെ മുദ്രാവാക്യം വിളിച്ചത് ലക്ഷ്മി നായർ രാജിവെക്കാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ്. കൈരളി TV ആയതുകൊണ്ട് പഴയ SFIക്കാരായിട്ടുള്ള യഥാർത്ഥ സഹാക്കന്മാർ ഇത് കേൾക്കുന്നുണ്ട്. അവർ ചൂരലുകൊണ്ട് ജയിക്കിൻ്റെ ചന്തിക്കെട്ടടിക്കും. കാണ്ടാമൃഗത്തിൻ്റെ തൊലി കൊണ്ടുള്ള ജീൻസ് ഇട്ടുകൊണ്ട് വേണം ജയിക്ക് ഇത് പറയാൻ വേണ്ടി. നിങ്ങൾക്ക് നാണമില്ലേ ഒരു വിദ്യാർത്ഥി നേതാവെന്ന് പറഞ്ഞു നടക്കാൻ? ഇന്നലെ വരെയും ലക്ഷ്മി നായർ രാജിവെച്ചില്ല എങ്കിൽ ഞങ്ങൾ സമരം നിർത്തില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ലക്ഷ്മി നായർ രാജിവെക്കുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം ഇത് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട പ്രസ്ഥാനമാണ്. ലോകം മുഴുവൻ തീർന്നു, ബംഗാളിലും തീർന്നു, ഇതാ കേരളത്തിൽ തീരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇവർ പറയുന്നത്. സൗമ്യയ്ക്ക് ചുറ്റിനും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇരിക്കുന്നത്. അവർ മുഴുവൻ വിശദീകരിച്ചിട്ടും മനസ്സിലാകുന്നില്ലല്ലോ. സൗമ്യ ഒരു 10 പേരെ കൂടെ വിളിച്ചിരുത്തു, അവരോടെല്ലാം ചോദിക്കൂ. ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് തിരികെ എത്താൻ പോകുന്നത്. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം